നമസ്കാരം. തൃക്കേട്ട നക്ഷത്ര ജനിച്ചവർക്ക് 2016 ആണ്ടിലെ വിഷഫലമായി പറയുന്നത് ഈ ഏപ്രിൽ മുതൽ 2017 ആണ്ട് ഏപ്രിൽ വരെ കഴിഞ്ഞ വർഷത്തെ അനിഷ്ടാവസ്ഥകളെല്ലാം പരിഹരിച്ച് തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ സുസ്ഥിരത വന്നു ചേരുന്നത് വഴി സമാധാനമുണ്ടായിത്തീരും. ഈ ഒരു സാഹചര്യത്തിൽ ഈ വരുന്ന ആഗസ്റ്റ് മാസം മുതൽ പണി ചെയ്തു വരുന്ന ഗൃഹം വാങ്ങിക്കുവാനായിട്ട് പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനും 2017 ആണ്ട് മാർച്ച് ഏപ്രിലോടുകൂടിയിട്ട് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാനുമുള്ള അവസരമുണ്ടായിത്തീരും. തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ അഭൂതപൂർവമായ മാറ്റം ഉണ്ടാകും. പുതിയ കരാർ ജോലികളിൽ നിന്നും സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നത് വളരെ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടി വരുവാനും വിജയം കൈവരിക്കുവാനും ഒരു ഉന്നതാധികാര സ്ഥാനം ലഭിക്കുവാനും ഇടയുണ്ട്. അധികാരപരിധി വർദ്ധിക്കുന്നത് ഏറ്റെടുത്ത് പ്രാവർത്തികമായുള്ള രീതിയിൽ അവലംബിക്കുന്നത് വഴി സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും യോഗമുണ്ട്. വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെല്ലാം സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുന്നത് വഴി സൽകീർത്തിക്ക് യോഗമുണ്ട്. സ്വന്തം നിലയിൽ ചെയ്യുന്ന കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ കൂടി സഹായിക്കുന്നതും അവർക്ക് വേണ്ടി നിർദ്ദേശങ്ങൾ നൽകുന്നതും അവർക്കൊരു ഫലപ്രദമായിട്ടുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരും. കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ മംഗളകരമാക്കി തീർക്കുവാനുള്ള അവസരവും ഉണ്ടായിത്തീരും. പൊതുവെ ഏതൊരു കാര്യവും വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ 2016 ആണ്ടിലെ വിഷുഫലമായി പറയുന്നത്. നമസ്കാരം.